ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നയന വേണുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ അനിയത്തി ജയിലിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി തന്നെയല്ലേ നിങ്ങൾ വന്നതേ? ഞാൻ അങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്, കേസൊക്കെ എങ്ങനെയാണ് വാദം നടക്കുന്നത് കേൾക്കാൻ വേണ്ടി വന്നതാണെന്ന് വേണു പറയും. നിങ്ങളുടെ സ്വഭാവമൊക്കെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന് നവ്യ പറയുമ്പോഴത്തേന് വേണു പറയുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ആ അഹങ്കാരി പെൺകൊച്ച് അകത്തായത് എൻ്റെ എന്തോ കാരണം കൊണ്ടാണ്, അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എന്ന് ചോദിക്കും. ആ അഹങ്കാരി പെൺകുട്ടി ഞങ്ങളുടെ അനിയത്തിയല്ല, നിങ്ങൾ ഒരെണ്ണത്തിനെ വളർത്തി അങ്ങോട്ട് വിട്ടിട്ടില്ലേ അനന്തപുരിയിലേക്ക്, അവളാണ് അഹങ്കാരി. എൻ്റെ അനിയത്തി SI ആകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കാരണം പേടിയാണല്ലോ. എൻ്റെ അമ്മായിയമ്മ അന്ന് ഹോസ്പിറ്റലിലായതിന് കാരണം തന്നെ ഞാൻ കാച്ചി വെച്ചിരുന്ന പാലിൽ ആരോ എന്തോ കലക്കിയിട്ടാണ്, അതിന് കാരണം നിങ്ങളുടെ മകളും ആണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളാണെന്ന് പറയാമല്ലോ. അപ്പോൾ അത് കാരണം ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ അനിയത്തിയെ പേടിക്കേണ്ടി തന്നെ ചെയ്യുമെന്ന് പറയും. ആ സമയത്താണ് നന്ദുവിനെ അങ്ങോട്ട് പോലീസുകാർ കൊണ്ടുവരുന്നത്. നന്ദുവിനെ കാണുമ്പോഴത്തേനും നവ്യയ്ക്കും നയനയ്ക്കും ഒക്കെ സങ്കടം വരുന്നുണ്ട്. നന്ദുവിനും സങ്കടം വരും ചേച്ചിമാരെ കാണുമ്പോഴത്തേനും. അവരുടെ അടുത്ത് എത്തുന്ന നന്ദു പറയുന്നുണ്ട്, പോലീസുകാരൊക്കെ എന്നോട് നല്ല മാന്യമായിട്ടാണ് പെരുമാറിയത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ കോടതിയിൽ എന്ത് വിധി വരുമെന്ന് മാത്രം നോക്കിയാൽ മതി ചേച്ചി എന്ന് പറയും. അന്നേരമാണ് വേണുവിനെ കാണുന്നത്. രാവിലെ വന്നല്ലേ, കോടതി വിധി കാണാനായിട്ട് വന്നതായിരിക്കും എന്ന് നന്ദുവും പറയുന്നുണ്ട്. അയാൾ അന്നേരം മിണ്ടാതങ്ങ് നിൽക്കും. നിങ്ങൾ രണ്ടുപേരും പേടിക്കുകയൊന്നും വേണ്ട, സങ്കടപ്പെടുകയും വേണ്ട, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നന്ദു പോലീസുകാരുടെ കൂടെ അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കോടതിക്കകമാണ്. ആദ്യം പബ്ലിക് പ്രോസിക്യൂട്ടറാണ് നന്ദുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, കളരിയും ഒക്കെ പഠിച്ചിട്ടുണ്ടോ, കുംഫുവൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന്. അതെ, ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയും. അതൊക്കെ പഠിച്ചിരിക്കുന്നത് റോഡേ പോകുന്ന എല്ലാവരുടെയും നെഞ്ചത്തോട്ട് കയറാനുള്ള ലൈസൻസ് ആയിട്ടാണോ എടുത്തിരിക്കുന്നത് ചോദിക്കും. അങ്ങനെയൊന്നുമില്ല എന്ന് നന്ദു പറയും. ഇങ്ങനെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ റോഡേ പോകുന്നവരെയൊക്കെ എടുത്തിട്ട് അലക്കിക്കണമെന്ന് എന്ന് പറയുന്ന ഉടനെ നന്ദു പറയും, ഇല്ല, എൻ്റെ ഗുരുക്കന്മാരാരും എന്നോട് അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയും. പിന്നെ എന്തിനാണ് വെറുതെ റോഡേ പോയ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ എടുത്തിട്ട് തല്ലിയെന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ ഒരു കാര്യവുമില്ലാതെ ആരെയും തല്ലാറില്ല, അതിന് വ്യക്തമായ കാരണം ഉണ്ടായിട്ടാണെന്ന് നന്ദു പറയുന്നുണ്ട്. പിന്നീട് സാക്ഷിയായിട്ടുള്ള പെൺകുട്ടിയെ വിസ്തരിക്കും. അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന്. ഉടനെ കണ്ടിട്ടില്ല, ഞാൻ അതിലെ വന്നപ്പോഴത്തേന് കണ്ടതായിരുന്നു, നന്ദു ഇങ്ങനെ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ തല്ലുന്നത് കണ്ടു, ഒരു പ്രകോപനവും ഇല്ലാതെ എടുത്തിട്ട് അടിക്കുകയായിരുന്നു, അയാൾ ഒന്നും പ്രതികരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു സൂക്ഷിച്ച പെൺകുട്ടിയെ ഒന്ന് നോക്കും. ഉടനെ അവൾ പറയും, ഇത് കണ്ടോ സാറേ, എന്നെ നോക്കുന്നു കണ്ടോ, എന്നെ ഇങ്ങനെ പേടിപ്പിച്ച് നോക്കുന്നു, ഇതുപോലുള്ള പെൺകുട്ടികൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നെ വെറുതെ വെച്ചേക്കുകയില്ല, അതുകൊണ്ട് ഇവളെ ജയിലിൽ തന്നെ വിടണമെന്നൊക്കെ പറയും. ഇപ്പോൾ വക്കീലും പറയുന്നുണ്ട്, ശരിയാണ്, ഇതുപോലുള്ള പെൺകുട്ടികൾ നാടിന് ഒരു ശാപമാണ്, അതുകൊണ്ട് ഇവളെ വെറുതെ വിടാൻ പാടില്ല എന്ന്. പിന്നീട് അടി കൊണ്ട ചെറുപ്പക്കാരനെയാണ് വിസ്തരിക്കുന്നത്. ആ ചെറുക്കനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു സംഭവം എന്ന്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയും, ഞാനിങ്ങനെ വണ്ടിയെ വരുമായിരുന്നു, അപ്പോൾ ഈ പെൺകുട്ടി വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് എനിക്ക് കരാട്ടയും കളരിയൊക്കെ അറിയാം, അതുകൊണ്ട് എന്നോടൊന്ന് മുട്ടുന്നോ എന്ന് ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയായിരുന്നു, എന്നിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഈ കുട്ടി എന്നെ എടുത്തിട്ട് അടിച്ചിട്ടു എന്നൊക്കെ പറയും. അപ്പോഴത്തേനും നന്ദു ആകെ അങ്ങ് ഞെട്ടി നിൽക്കുക, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന്. അപ്പോൾ വക്കീൽ ജഡ്ജിയോട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടി ഇനി നാളെ ഒരു SI ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കാക്കിയുടെ ബലത്തിൻ്റെ പേരിൽ എല്ലാവരെയും എടുത്തിട്ട് അടിക്കും, അത് കാരണം ഈ കുട്ടിയെ ജഡ്ജി ഒന്ന് ശിക്ഷിച്ച് വിട്ടേ പറ്റത്തുള്ളൂ, ഒരിക്കലും SI ആകാൻ പാടില്ലാത്ത ഒരു കുട്ടിയാണിതെന്നൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ വാദം തീർന്നു കഴിയുമ്പോഴത്തേന് ജഡ്ജി പറയുന്നുണ്ട്, ഇനി നന്ദനയ്ക്ക് വേണ്ടി ഹാജരായ വക്കീൽ വാദിക്കാൻ. അപ്പോഴത്തേന് നന്ദു പറയും, എനിക്ക് വേണ്ടി വാദിക്കുന്നത് ഞാൻ തന്നെയാണ് സാറെന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അപ്പോൾ നന്ദു പറയും, നാളെ ഞാൻ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് നിയമത്തിനൊപ്പം നടക്കേണ്ടവളാണ്, അത് നേരത്തെ തന്നെ അതിനൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ, എൻ്റെ ജീവിതം തന്നെ ഞാൻ തിരിച്ചു പിടിച്ചല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദു ജഡ്ജിയോട് അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ശരി, കുട്ടി വാദിച്ചോളാൻ പറയും. നയനെ നവ്യ ഇരുന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അന്നേരം അവർ പറയുന്നുണ്ട്, ഇവളെന്താ ഈ കാണിക്കുന്നേ, ദൈവമേ എന്നെ ആകുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്ന ഉടനെ വേണു അവിടെ നിന്ന് ഓർക്കും, അവൾക്ക് നാളെ ജയിലിലേക്ക് പോകേണ്ടത്, അവൾ ഇപ്പം തന്നെ പോകുന്ന ലക്ഷണമുണ്ട്, എന്നാണേലും കണ്ടേക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേന് നന്ദു വാദിക്കാനായിട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് മാരാരി വക്കീലിനെ ഒന്ന് നോക്കുന്നുണ്ട്. വക്കീൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഒന്ന് ചിരിച്ച് കാണിക്കുകയൊക്കെ ചെയ്യും. അന്നേരം നന്ദു ഓർക്കുന്നുണ്ട്, സ്റ്റേഷനിൽ വെച്ച് വക്കീൽ ഓരോ പോയിൻറ്റും പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാം മനസ്സിൽ വെച്ചേര്,
കോടതി വെച്ച് പറയാവുള്ളെന്നൊക്കെ. അപ്പം നന്ദു അതെല്ലാം ഓർത്തിട്ടാണ് ഇങ്ങനെ വാദിക്കാനായിട്ട് ഇറങ്ങുന്നത്. ആദ്യം സാക്ഷിയായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടിയെ വിസ്തരിക്കണമെന്ന് നന്ദു ആവശ്യപ്പെടുമ്പോഴത്തേന് ജഡ്ജി അത് അനുവദിക്കുന്നുണ്ട്. ആ പെൺകുട്ടി അപ്പം കയറി നിന്ന് കഴിയുമ്പോൾ അതിനോട് ചോദിക്കുന്നുണ്ട് പേരെന്താണ്, എന്താണ് ജോലി എന്നൊക്കെ. അപ്പോൾ ആ കുട്ടി പറയും എനിക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്, അത് നടത്തുകയാണ് ഞാനെന്ന്. ബ്യൂട്ടി പാർലർ മാത്രമേ ഉള്ളൂ അതോ മസാജിങ് സെൻ്ററൂടെ ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ആദ്യം ഒന്ന് പരുങ്ങുന്നുണ്ട് ആ പെണ്ണ്. അത് കഴിഞ്ഞിട്ട് പറയും അതെ മസാജിങ് സെൻ്ററും ഉണ്ടെന്ന് പറയും. പിന്നെ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് നിങ്ങളുടെ ആ മസാജിങ് സെൻറ്റർ പോലീസ് റെയ്ഡ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കും. അത് പിന്നെ ആരോ ഞങ്ങളെ ഒറ്റിക്കൊടുത്തതാണ്, ഞങ്ങളെ പെടുത്തിയതാണെന്നൊക്കെ പറയും. അതൊക്കെ ഇരിക്കട്ടെ, എന്തായാലും നിങ്ങളെ അങ്ങനെ അറസ്റ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കും. പറയും അത് ചെയ്തിരുന്നു എന്ന് പറയും. അന്നേരം പറയും അതിനകത്തുനിന്ന് 2 സ്ത്രീകളെയും 4 പുരുഷന്മാരെയും അന്ന് അറസ്റ്റ് ചെയ്തില്ലെന്ന് ചോദിക്കും. ചെയ്തിരുന്നു എന്ന് പറയും. അത് കഴിഞ്ഞപ്പം നിങ്ങൾ 6 മാസത്തോളം ജയിലിൽ കിടന്നിട്ടില്ലേ ഇതിൻ്റെ പേരിലെന്ന് ചോദിക്കുമ്പം ആദ്യം അവളൊന്ന് പരുങ്ങുന്നൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ജഡ്ജി പറയും ഉള്ളത് പറയാൻ പറയും. അന്നേരം പറയും അത് കിടന്നിട്ടുണ്ടെന്ന് പറയും. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. അപ്പം ജഡ്ജി പറയും അതല്ല, സാക്ഷി പറയാൻ ഒരു ആളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അയാളുടെ സാഹചര്യവും അയാളുടെ പശ്ചാത്തലമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് കൊണ്ടുവരണ്ടേ വക്കീലെ എന്ന് ചോദിക്കുമ്പോൾ പ്രോസിക്യൂട്ടർ അംഗീകരിക്കും. പിന്നെ അടി കൊണ്ട് ആ ചെറുപ്പക്കാരനെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പം ചോദിക്കും എന്താണ് ഈ പെൺകുട്ടിയെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കും. ഇല്ല എനിക്ക് അറിയത്തില്ലെന്ന് പറയും. എന്നിട്ടാണോ കഴിഞ്ഞിടയ്ക്ക് മുഴുവൻ 2-3 പ്രാവശ്യം ഇവരുടെ ആ മസാജിങ് സെൻറ്ററിലെ CCTVയിൽ നിങ്ങൾ അവിടെ കയറി ചെല്ലുന്നതിൻ്റെയും മണിക്കൂറുകളോളം അവിടെ ചിലവഴിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കിട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ ആ ചെറുപ്പക്കാരനങ്ങ് മിണ്ടാതിരിക്കുന്നുണ്ട്. നിങ്ങളൊരു ഗുണ്ടയാണോ എന്ന് ചോദിക്കും. ഏയ് ഞാനൊരു ഗുണ്ടയല്ലെന്ന് പറയും. പിന്നെ നിങ്ങൾ ആരെയും തല്ലാറുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ പ്രകോപനമില്ലാതെയും കാര്യമൊന്നുമില്ലാതെയും ഞാൻ ആരെയും തല്ലാറില്ലെന്ന് പറയും. എന്നിട്ടാണോ നിങ്ങൾ ഗുണ്ട ആക്ട് പ്രകാരം 6 മാസത്തോളം അകത്ത് കിടന്നോന്ന് ചോദിക്കും. ജയിലിൽ കിടന്നിട്ടില്ലെന്ന് ചോദിക്കും. അപ്പോൾ ആ ചെറുപ്പക്കാരനിൽ നിന്നങ്ങ് പരിങ്ങിയിട്ട് പറയും അതേ കിടന്നിട്ടുണ്ടെന്ന് പറയും. നിനക്ക് ഈ പെൺകുട്ടിയെ അറിയത്തില്ലെന്ന് നീ പറയുന്നു, എന്നിട്ട് ഇവളുടെ മസാജിങ് സെൻറ്ററിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നീ ചെന്നതായിട്ട് അവിടുത്തെ CCTV ദൃശ്യത്തിലും ഉണ്ട്. അപ്പോൾ നീ അവിടെ ചെല്ലുമ്പോൾ എന്നാ കണ്ണ് കെട്ടിയിട്ടാണോ ചെല്ലുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നന്ദു. അത് കേൾക്കുമ്പോഴത്തേനും മുഖം കുനിച്ച് നിൽക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. നന്ദുവിൻ്റെ വാദം കേട്ടുകൊണ്ട് പകച്ചിരിക്കുകയാണ് വേണു. ഇത് എല്ലാം മാറിപ്പോയല്ലോ എന്നുള്ള ഇതിലാണ് വേണു ഇരിക്കുന്നത്. അപ്പോഴത്തേന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നന്ദുവിൻ്റെ വാദം. നയനെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് സൂപ്പറായിട്ടുണ്ടെന്ന്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.